പക്ഷി വിഷബാധ എന്ന് ആരോപിച്ച ഒരു പോലീസുകാരൻ ഒരു ഹോട്ടൽ തന്നെ അടിച്ചങ്ങ് തകർത്തു. ആലപ്പുഴ കളർകോട്ടുള്ള അകലൻ കുഴിമന്തിയിലാണ് സംഭവം. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ CPO KJ ജോസഫാണ് ഈ അക്രമം നടത്തുന്നത്. അക്രമത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. നിങ്ങളത് നോക്കിക്കോളൂ. പുള്ളി അടിച്ച് തകർക്കുക. ഇദ്ദേഹത്തിനെയൊക്കെ നമ്മൾ പോലീസുകാരെന്നാണ് വിളിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനീഷ് മഹിപാൽ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നു. കളർകോട്ട് നിന്നാണ് മനീഷ് നമുക്കൊപ്പം ചേരുന്നത്. പറയൂ മനീഷ്, ഈ പോലീസുകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതേപോലുള്ള കലാപരിപാടികൾ പലപ്പോഴും കാണിച്ചിട്ടുള്ള ആളാണോ അതോ ജീവിതത്തിലെ ആദ്യ സംഭവമാണോ? നവാഗത പ്രതിഭയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇയാൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള കേസുകളോ മറ്റ് പരാതികളോ ഒന്നും ഇല്ലെന്നാണ് നമുക്ക് നിലവിൽ ലഭിച്ച അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ നിലവിൽ നിൽക്കുന്നത് ആലപ്പുഴ ദേശീയപാതയിൽ കളർകോട് തൊട്ടടുത്താണ്. ഈ ദേശീയപാതയ്ക്ക് തൊട്ടരികിലുള്ള ഒരു കുഴിമന്തിക്കട, അഹലൻ എന്ന കുഴിമന്തിക്കട ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം അടിച്ചു പൊളിച്ചു. ആദ്യം ഈ ഹോട്ടലിലേക്ക് കയറി വന്ന ഈ അക്രമി, അതായത് പോലീസുകാരനല്ല അക്രമി എന്ന് തന്നെ പറയേണ്ടി വരും, ഈ ഹോട്ടലിലേക്ക് ആദ്യം ബൈക്ക് ഇവിടെ നിർത്തിയ ശേഷം അകത്തേക്ക് കയറി ഇവിടെ നിന്ന മുതലാളി, ഈ ഹോട്ടലിൻ്റെ ഓണർ, ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരോട് ചൂടായി അസഭ്യം പറഞ്ഞു. പിന്നീട് അയാൾ ഇവിടെ വാക്കത്തി ഉപയോഗിച്ച് ഇവിടെ അടിച്ചു പൊളിച്ചു. പിന്നീട് വെളിയിൽ പോയി അയാൾ നേരെ ബൈക്ക് എടുത്തുകൊണ്ട് ഓടിച്ച് ഇതിനകത്തോട്ടേക്ക് കയറ്റുകയായിരുന്നു. ഇവിടെ ഒരു ജീവനക്കാരൻ അയാൾ ഇടിപ്പിച്ച് തെറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം ഇടിച്ച് തെറിപ്പിച്ചത്. അകത്ത് മറ്റാളുകളില്ലായിരുന്നു. അകത്തേക്കും കയറാൻ ശ്രമിച്ചു. അകത്ത് ഉണ്ടായിരുന്ന എല്ലാ ജീവനക്കാരും പേടിച്ച് ഭയന്ന് പുറത്തേക്ക് ഓടി. ഉടനെ തന്നെ പിന്നീടും അയാൾ വാക്കത്തി എടുത്തു. ഇവിടെ നിന്ന മറ്റൊരു ജീവനക്കാരൻ നേർക്ക് വീണ്ടും വീശി പുറത്തേക്കിറങ്ങി. ഈ ചില്ല് നമുക്ക് കണ്ടാൽ വലിയ ചില്ലാണിത്. ഇത്രയുള്ള വലിയ ചില്ല് അടിച്ച് പൊളിച്ചു. ഇവിടെയും ഈ ഭാഗത്തെയും ചില്ല് അടിച്ച് പൊളിച്ചു. പിന്നീട് ഈ കടയുടെ തന്നെ ഭാഗമായിട്ടുള്ള മറുഭാഗത്ത് അവിടെയും ഉള്ള ചില്ല് അടിച്ച് പൊളിച്ചു. വീണ്ടും ഇയാൾ പോകാൻ തയ്യാറായില്ല. ഇവിടെ തന്നെ ഈ വാക്കത്തിയും കൊണ്ട് നിന്നു. ഈ ഓണർക്കെതിരെയും ഒപ്പം തന്നെ ജീവനക്കാരെയും ആക്രമിക്കാൻ ഇയാൾ എത്തി. ഇയാൾ ആരോപിക്കുന്നത് ഇവിടെ നിന്നും ഒരാഴ്ച മുൻപ് ആഹാരം കഴിച്ചതിൽ ഭക്ഷ്യവിഷബാധ ഏറ്റു, തൻ്റെ മകന് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇവിടെ തർക്കമുണ്ടായത്. പിന്നീട് ഇയാൾ ഇവിടെ വലിയ അക്രമ സംഭവം ഉണ്ടാക്കി. പോലീസ് പിന്നെ എത്തിയത് അരമണിക്കൂർ ശേഷമാണ്. പോലീസ് വന്നിട്ടും ഇയാൾ കൂട്ടാക്കിയില്ല. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ നിന്നും 2 CPOമാർ ഇവിടെ എത്തി. പക്ഷേ 2 CPOമാർ വന്നിട്ടും ഇയാൾ പിന്മാറാൻ തയ്യാറായില്ല. ഇയാൾ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ CPO ആണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞത് അങ്ങനെയാണ്. ഇയാളെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷിയായിട്ടുള്ള ചേച്ചിയാണ്. ഈ ചേച്ചി ഇവരും കണ്ടിട്ടുള്ളതാണ്. ചേച്ചി ചുരുക്കി എന്ന് പറയാം, എന്താ സംഭവിച്ചതെന്ന്? പുള്ളി ഇന്ന് വൈകുന്നേരം കുറച്ച് ഞങ്ങൾ വരുമ്പോഴത്തേനും പകുതി അടിച്ച് പൊളിച്ചിട്ടേക്കാണ്. എന്നാലും ചാച്ചനെ അറിയാവുന്ന ആളായതുകൊണ്ട്, ചാച്ചന് പരിചയമുള്ള ആളാണ്, ചാച്ചൻ്റെ നാട്ടുകാരനാണെന്നുള്ള ഇതുകൊണ്ട് ഞാൻ ചാച്ചനെ വിളിച്ചുകൊണ്ട് വന്നു. ചാച്ച ഒന്ന് സംസാരിക്കുക. പുള്ളി ഇതെല്ലാം തല്ലി. എങ്ങനെ ഒരു അവസ്ഥയില്ല, മാനസികാവസ്ഥയിലായിരുന്നു അയാൾ? നല്ല വെള്ളം അടിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വടിവാളുമായിട്ട് പോലീസുകാരനാണ്. ചങ്ങനാശ്ശേരി ട്രാഫിക്കിലെ പോലീസുകാരനാണ്. പേര് പ്രമോദ് എന്നാണ് പേര്. പുള്ളി വാടകക്കാരനാണ്. പുള്ളി ഇവിടെ വന്ന് കാണുമ്പോൾ ചാച്ചനെ കാണുമ്പോഴത്തേന് പരിചയമുള്ള ഒരാളാകുമ്പോൾ കാണുമ്പോൾ ഉണ്ടാവുള്ളൂ. കൊല്ലാനുള്ള ഇതിലിരിക്കുകയായിരുന്നു, മാനസികാവസ്ഥയിലായിരുന്നു. മൊത്തം കത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ ചാച്ചനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ചില ഒതുങ്ങുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചാച്ചനെ കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പോൾ ചാച്ചനെ ഇടപെട്ട് ചാച്ചനെ കണ്ടപ്പോൾ എനിക്കും കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നെ അറിയത്തില്ല, എന്നെ കണ്ടിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മാനസികാവസ്ഥയിലെന്ന് പറഞ്ഞത്. കാരണം ഇയാൾ ഒരിക്കലും അയാളുടെ കുട്ടി സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കള്ളുപിടിച്ച് ഇങ്ങനെ കാണിക്കുകയില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇയാൾ മേലെ ലോഡ്ജിൽ വന്ന് ഇന്നും എല്ലാം റൂം എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഒരു തരത്തിൽ അയാളുടെ കുട്ടി സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ നടക്കില്ല. അതുപോലെ ഞാനത് ചോദിച്ചപ്പോൾ അവിടെ വന്ന് മുറിയെടുത്ത് എന്തിനാണ് അയാൾ മുറിയെടുത്ത് താമസിക്കുന്നു. ലേഡീസ് ഉണ്ടായിരുന്നു, അതൊന്നും ഒക്കെ ഉണ്ട്. നമുക്കത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ലേഡീസോടെ ഒന്ന് റൂം എടുത്ത് പോകുന്നു. എന്നിട്ട് ഞങ്ങൾ
അതാണ് എന്നെ കണ്ട പരിചയമുണ്ടോ എന്താണെന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ അയാളുടെ ചില സ്വകാര്യ വിഷയങ്ങളാണെങ്കിൽ കൂടി നാട്ടുകാർ ചില കാര്യങ്ങൾ കൂടി ആരോപിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇവിടെ കത്തിക്കും എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇവിടെ എത്തിയത്. ഏറെ നേരം അരമണിക്കൂറോളം സമയം ഇവിടെ കത്തിക്കൊണ്ട് ഈ ദേശീയപാതയ്ക്ക് അരികിൽ നിന്നിട്ടും പോലീസിന് ഒരു അക്രമിയെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. പിന്നീട് അയാൾ തന്നെ കീഴ്പ്പെട്ട് അയാൾ തന്നെ മതിയാക്കിക്കൊണ്ട് പോലീസിനൊപ്പം ഒരു സ്റ്റേഷനിൽ, അതായത് ജീപ്പിൽ കയറി പോവുകയായിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അത്രയും നേരം ഭയചകിതരായി നിൽക്കുകയായിരുന്നു ഈ നാട്ടുകാർ മുഴുവൻ. അത്രയും സമയം ഇവിടെയുള്ള ആളുകളെ മുഴുവൻ ഒരു കത്തിയുടെ മുൾമുനയിൽ നിർത്തിയ ശേഷം ഇവിടെ മൊത്തം അടിച്ച് പൊളിച്ച് ആളുകളെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഈ ചങ്ങനാശ്ശേരിയിലെ ട്രാഫിക് CP ആയിട്ടുള്ള KJ ജോസഫ് ഉണ്ടായിരുന്നു. അയാൾ ആലപ്പുഴ വാടക്കൽ സ്വദേശിയാണെന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അയാൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. SK. ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് മനീഷ് മഹിപാലാണ്. ഈ കളർകോടാണ് ഈ സംഭവം നടന്നത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലെന്ന് പറയുന്നതിലാണ് ഒരു പോലീസുകാരൻ അതിക്രമം കാണിച്ചു തുടങ്ങിയാൽ ഈ സാധാരണക്കാർ എന്ത് ചെയ്യും എന്ന് പല ആൾക്കാരും ചോദിക്കുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.